ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഹെൽത്ത് ആൻഡ് വൈസ്. അപ്പോൾ ഇന്നും ഒരു പ്രാവ് റിലേറ്റഡ് വീഡിയോ ആണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഇന്നത്തെ പ്രാവ് വീഡിയോയിൽ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഒരു അടിപൊളി വീട് കേട്ടോ. ഉണ്ടോ, നല്ല ഭംഗിയുള്ള ഒരു വീട്, കുറേ പട്ടികളുണ്ട്, അതാണ് ആ സൗണ്ട്. അപ്പോൾ അതിൻ്റെ ഫ്രണ്ടിലായിട്ട് ഒരു ഷെഡ് നിറയെ പ്രാവുകൾ, ഈ കൂട് നിറയെ പ്രാവുകളാണ്. ഇതിൻ്റെ വിശേഷങ്ങളാണ് ഇന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. ഓക്കെ, തുറക്കുവാണ്. അപ്പോൾ ഇവിടെ അവർ വളർത്തിയിരിക്കുന്ന രീതി എന്ന് പറയുന്നത് തുറന്നു വിടുന്നില്ല പ്രാവിനെ, അടച്ചിട്ടാണ് വളർത്തുന്നത്. ഈ ഒരു ഷെഡിൻ്റെ അകത്ത് അത്യാവശ്യം സ്പേസ് ഉണ്ട് കേട്ടോ, ഒരു ഇരുമ്പിലെ ഷെഡാണ്. അപ്പോൾ ഇത് വെൽഡ് ചെയ്ത് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതിൻ്റെ അകത്ത് ഒരു 10-50 പ്രാവിനെ ഇട്ട് വളർത്തുകയാണ്. ഈ പട്ടികൾ ഭയങ്കര ശല്യമാണല്ലോ. അപ്പോൾ ഇവർ ചെയ്തിരിക്കണേ മുകളിൽ ഒരു നല്ലൊരു ഫ്രെയിമുണ്ട് കണ്ടോ. അപ്പോൾ ആ ഒരു ഫ്രെയിമിൽ സ്റ്റാൻഡ് പോലെ കൊച്ചു കൊച്ചു പെട്ടിക്കൂടുകൾ വെച്ചിട്ടുണ്ട്. കണ്ടോ, ഈ സൈഡ് എല്ലാം ഇങ്ങനെ പെട്ടിക്കൂടുകൾ വെച്ചിട്ടുണ്ട്. അപ്പം അതിൻ്റെ അകത്തൊക്കെ മുട്ടയിട്ടിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു സെറ്റപ്പിലാണ് അവർ പ്രാവിനെ വളർത്തിയിരിക്കുന്നത്. ഒറ്റ ഫുഡേ താഴെ വച്ചിട്ടുള്ളൂ, വെള്ളവും ഫുഡും വെച്ചിട്ടുണ്ട്. ഒരുമിച്ചങ്ങ് ഇതിൻ്റെ അകത്ത് തുറന്നു വിട്ടിരിക്കുകയാണ്. പണ്ട് അപ്പുറത്തെ ഇവിടെ തുറന്നു വിട്ടായിരുന്നു വളർത്തിയെന്ന്. ഇപ്പം കുറേ നാളായിട്ട് ഈ ഒരു കൂടുണ്ടാക്കി അടച്ചു നിർത്തിയിരിക്കുകയാണ്. അപ്പോൾ അത്യാവശ്യം പറക്കാൻ സ്ഥലമുണ്ട്, എല്ലാം ഒരുമിച്ചാണ് നിൽക്കുന്നത്. ഇഷ്ടപ്പെട്ടതിന് തോന്നുന്നിടത്തൊക്കെ മുട്ടയിടാം. ചിലത് അതിൻ്റെ അകത്തൊക്കെ മുട്ടയിട്ടിരിപ്പുണ്ട്, ഇതിലും മുട്ടയിരിപ്പുണ്ട്, ഇതിലൊക്കെ ഇരിപ്പുണ്ട്. തറയിൽ ഏതൊക്കെയോ മുട്ടയിട്ടിരിപ്പുണ്ട്. അങ്ങനെ അതിന് ഇഷ്ടപ്പെട്ടിടത്തൊക്കെ മുട്ടയിട്ടിരിപ്പുണ്ട്. ആ ഒരു രീതിയിലാണ്. ഇനി ജോഡിയാവുന്നതും അതിന് ഇഷ്ടപ്പെട്ടതിന് ജോഡിയാവാം കേട്ടോ. ഇവിടെ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഡൗട്ട് തോന്നുക ഇതൊക്കെ എന്ത് പ്രാവാണെന്ന് എന്ന് പറഞ്ഞാൽ, ഈ കാണുന്ന 2 മുഗി നല്ല ഒറിജിനൽ ക്വാളിറ്റി മുഗിയാണ്. ആ നിൽക്കുന്നത് ഒരു ഓസ്ട്രേലിയൻ റെഡാണ്. ഇത് ഓസ്ട്രേലിയ റെഡ്. ബാക്കി ഇവിടെ നിൽക്കണ ഇത് താഴെ ഒരു ഫാൻറ്റയിലുണ്ട്. ബാക്കി ഇവിടെ നിൽക്കണ എല്ലാം ക്രോസ് ബ്രീഡാണ് കേട്ടോ. ഏതൊക്കെ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി ജോഡിയായി ഉണ്ടായത്. ഫാൻറ്റയിൽ ക്രോസുകൾ നിൽപ്പുണ്ട്, ചെറുതായിട്ട് വാല് പൊങ്ങിയത്. ഇത് റെഡിൻ്റെ എന്തോ ക്രോസ്, സിറോസ് എന്തൊക്കെയായിട്ടുള്ള ക്രോസാണ് ഈ നിൽക്കുന്നത്. ഇങ്ങനെ ഫുൾ ക്രോസ് ബ്രീഡാണ്. നാടനാണോ എന്ന് ചോദിച്ചാൽ നാടനല്ല, ഇനമാണോ എന്ന് ചോദിച്ചാൽ ഇനവുമല്ല. ഇതിനെയാണ് ക്രോസ് ബ്രീഡ് എന്ന് പറയുന്നത് കേട്ടോ. കാണാൻ ചിലതൊക്കെ നല്ല. ഇതെനിക്ക് ഈ കൂട്ടിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രാവ് ഇതാണ്. പക്ഷെ അത് ഞാൻ കൊടുക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ അതിന് ഇവിടെ മുട്ടയിട്ടിരിപ്പുണ്ടെന്ന് പറഞ്ഞു. ബാക്കി ഇതേപോലെ ഇഷ്ടപ്പെട്ട വേറെ ഒരു പ്രാവ് കൂടെ ഉണ്ട്, അതിനെ ഞാൻ വാങ്ങിക്കഴിഞ്ഞു. അപ്പോൾ ഇതിൻ്റെയൊക്കെ റേറ്റ് എന്ന് പറയുന്നത് മോഹവില എന്ന് പറയാം. നമുക്ക് കണ്ടിഷ്ടപ്പെട്ട് അവർ പറയുന്ന പൈസ ഒക്കെ ആണെങ്കിൽ കൊടുക്കുക എന്നേ ഓപ്ഷനുള്ളൂ. പക്ഷേ അതിനൊന്നും പറയാനും ഇല്ല, നാടൻ അല്ലെങ്കിൽ ക്രോസ് ബ്രീഡ് എന്നേ പറയാൻ പറ്റൂ കേട്ടോ. അപ്പം അത്തരത്തിലുള്ള പ്രാവുകളാണ് ഈ കിടക്കുന്നത്. പ്ലെയിൻ നാടനൊന്നുമില്ല, ഇതൊക്കെ സൈസ് ഉണ്ട് കേട്ടോ അത്യാവശ്യം. ഏതൊക്കെ ഇനത്തിൽ നിന്ന് തിരിഞ്ഞു വന്നതായതുകൊണ്ട് തന്നെ ഇത് കുഞ്ഞാണ്, അതിന് തന്നെ അത്യാവശ്യം സൈസ് ഉണ്ട് കേട്ടോ. ഈ നാടൻ പ്രാവിൻ്റെ ഒരു ചെറിയ സൈസുള്ള ഒന്നും കൂടെ ഇല്ല. ഇതെല്ലാം അത്യാവശ്യം സൈസുള്ള ഇനം ക്രോസ് ബ്രീഡ് പ്രാവുകൾ. ഏതൊക്കെ കൂടിയ ഇനമായിട്ട് ജോഡിയായപ്പോൾ ഇറങ്ങിയിട്ടുള്ള കുഞ്ഞുങ്ങളാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെയും വേണമെങ്കിൽ വളർത്താം. നല്ലൊരു വീടിൻ്റെ ഫ്രണ്ടിലാണ് ഒരു ഷെഡ് വളർത്തി അവരെ ആഗ്രഹം സാധിക്കുകയാണ്. അപ്പോൾ പയ്യനാണ് നമ്മളെ ഇവിടെ എത്തിച്ചത്. എന്താ പേര്? അതിലെന്നാണ് പേര് കേട്ടോ. ഇവിടെ ഇതിൻ്റെ അകത്ത് നിൽക്കുമ്പോൾ ആകെ ശ്രദ്ധിക്കേണ്ട, തലേരെ മുകളിൽ പ്രാവ് ഇരുന്നിട്ട് കാഷ്ടിക്കും. കുറേ ചെറിയൊരു സ്ഥലത്തിരിക്കണമുണ്ട്, അതിനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഒരു വലിയൊരു വീടിൻ്റെ ഫ്രണ്ടിലൊക്കെ ഒരു 10 പ്രാവിനെ വളർത്തണമെന്നുണ്ടെങ്കിൽ ഈ ഒരു രീതിയിൽ വളർത്താം കേട്ടോ. തുറന്നൊന്നും വിട്ടിട്ടില്ല, ഇങ്ങനെ അടച്ചു നിർത്തിയിട്ട് കണ്ടോ. അകത്ത് അത്യാവശ്യം പറന്ന് നിൽക്കാം, ഫുൾ ചിറകി തന്നെ കൊണ്ടുവിടാൻ പറ്റും.
കൂടുണ്ടാക്കി കുറേ പ്രാവിനെ. കുറച്ച് ലവ് ബേർഡ് കൂടെ ഉണ്ട്, അതുകൂടെ കാണിച്ചു തരാം. അതുകൊണ്ട് തറയിൽ മുട്ടയിട്ടിരിക്കണുണ്ടോ പ്രാവ്. വെറും ഒരു 5-6 ചിറക് തൂവലുകൾ വെച്ച് മണ്ണിൽ മുട്ടയിട്ടിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾക്ക് ബാക്കി ലവ് ബേർഡിനെയും കൂടെ ഒന്ന് കാണാം. ഓക്കെ, അപ്പോൾ ഇത് എവിടെയാണെന്ന് വെച്ചാൽ ഇത് വയനാടാണ് കേട്ടോ. വയനാട് മാനന്തവാടിക്കടുത്ത് തോണിച്ചാൽ എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. അവിടെയാണ് ഈ കൂട് ഇരിക്കുന്നത്, അല്ലെങ്കിൽ വീടുള്ളത്. അപ്പോൾ അതാ കൂട് അടച്ചു. ഇതാണ് ഇത്. അപ്പോൾ നമുക്ക് ലവ് ബേർഡിനെയും കൂടെ ഒന്ന് കാണാം. നല്ല ഭംഗിയായിട്ട് ചെടികളൊക്കെ നട്ടിട്ടുണ്ട് കേട്ടോ. ഇതാ ഒരു ലവ് ബേർഡ് കൂടുണ്ട്. ഇതിൽ ഒരു 5-8 ജോഡി ലവ് ബേർഡ് നിൽപ്പുണ്ട്. ഇതാണ് ലവ് ബേർഡ്. ഇതാണ് നമ്മുടെ പ്രാവും കൂട്. ഇതാണ് അവരെ വീട്. അപ്പോൾ ഇത്രയും കിടന്ന് കുരച്ച് കൊതുക്കി പട്ടികളും ഇത് ലേബാണെന്ന് പട്ടിര നടത്തിയിരിക്കുകയാണ്. 2-4 പട്ടി നിൽക്കുന്നുണ്ട്. റോഡ് വീലറാണ് അവിടെ അകത്ത് കിടക്കണം കേട്ടോ. ഇതൊരു ഗ്ലാസ് ടാങ്കിൽ കുറച്ച് ഗപ്പികൾ ഇട്ടിട്ടുണ്ട്. M4 ടെക് ഒക്കെ കാണിച്ചിട്ടുള്ള ഒരു ടയറിൻ്റെ ഉള്ളിലെ ഗ്ലാസ് ടാങ്കിൽ ഇങ്ങനെ വളർത്തിയിരിക്കുകയാണ്. അപ്പോൾ ഒരു ഇവിടുത്തെ പട്ടിയൊക്കെ ഭയങ്കര കലിപ്പിൽ നിൽക്കണം, ഭയങ്കര ശൗര്യം. അപ്പോൾ ഇത്രയൊക്കെ തന്നെ ഇവിടുത്തെ വിശേഷങ്ങൾ. അപ്പം നമ്മുടെ മെയിനായ പ്രാവും കൂടുതലായിരുന്നു. അപ്പോൾ ശരി, നമുക്ക് മറ്റൊരു വീഡിയോയിലൂടെ കാണാം.